ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ ബൈപ്പാസിലെ കർഷകരുടെ കൂട്ടായ്മയായ കാറ്റ്സിലാണ്. ഇവിടെ വന്നത് നല്ല ഇനം പച്ചക്കറി തൈ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സൗമ്യ എന്ന് പറഞ്ഞ ചേച്ചി നമുക്ക് എല്ലാ ഗൈഡൻസും തന്നു കേട്ടോ. കാര്യം തൈ മേടിക്കാൻ വന്നെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് ഞാൻ അവിചാരിതമായിട്ട് കണ്ടു. പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമാണ് ഇവരുടെ മെനുവും. എത്ര വിശപ്പില്ലാത്തവരും ഇവരുടെ മെനു വായിച്ചാൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ മേടിച്ച് കഴിക്കും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പോർക്കിൻ്റെ വിഭവങ്ങളാണ്. പോർക്ക് റിബ് ഫ്രൈ, പോർക്ക് ഫ്രൈ, അതേപോലെ പോർക്കിൻ്റെ ബിരിയാണി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. അത് കൂടാണ്ട് നാടൻ വിഭവങ്ങൾ, കപ്പ ബിരിയാണി, അങ്ങനെയുള്ള വേറെ ഐറ്റംസ് വേറെ. ഞാൻ ഓർഡർ ചെയ്തത് കപ്പയും പോർക്കിൻ്റെ റിബും ആട്ടോ. എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി ഉണ്ട്. കാരണം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ അവരുടെ പ്രസൻറ്റേഷനും ഒക്കെ അടിപൊളിയാട്ടോ. കപ്പയ്ക്ക് 40 രൂപയും ഈ കാണുന്ന പോർക്ക് റിബിന് 100 രൂപയുമാണ് ഇവരിവിടെ ചാർജ് ചെയ്യണത്. വളരെ റീസണബിളായ റേറ്റുകളാട്ടോ. ബാക്കി എല്ലാ ഫുഡും അങ്ങനെ തന്നെയാണ്. എന്തായാലും 2 പീസ് പോർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം സ്കിന്നോട് കൂടിയതും ഒരെണ്ണം മീറ്റ് തന്നെയായിട്ടുള്ളത്. കപ്പയൊക്കെ നല്ല പഞ്ഞി പോലെ ഉടഞ്ഞ കപ്പയാട്ടോ. കർഷകരിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് ചേമ്പും ചേനയും കാച്ചിലും ചക്കപ്പുഴുക്കുമെല്ലാം ഇവരുടെ മെനുവിൽ സ്ഥാനം പിടിക്കാറുണ്ട്. നാടൻ വിഭവങ്ങളുടെ രുചി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നിങ്ങൾ രുചിയുടെ വ്യത്യസ്തത തേടി ഇടയ്ക്കൊക്കെ പോകാറുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞൻ റെസ്റ്റോറൻ്റ് ആട്ടോ കപ്പ ചക്ക. ഇതുപോലെ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടുന്ന, നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ചെറിയ ചെറിയ കടകൾ നിങ്ങൾക്കറിയാമോ? എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ.